ചവനപ്രാശം പാരമ്പര്യ വൈദ്യത്തിലും ആയുർവേദ വൈദ്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു രസായനമാണ്. രസായന ചികിത്സയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ചവനപ്രാശം. അശ്വിനി ദേവകൾ ചവന മഹർഷിക്ക് പറഞ്ഞുകൊടുത്ത് ഉണ്ടാക്കിയ ചവന മഹർഷിയുടെ തന്നെ ജരാനരകൾ കളയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഔഷധമാണ് ചവനപ്രാശം. അതിവിരൂപനായ വികൃതനായ രൂപത്തോടു കൂടിയ ചവന മഹർഷിയെ അതീവ സുന്ദരനും അശ്വിനി ദേവകളെപ്പോലെ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഏതാണ് അശ്വിനി ദേവകൾ ഏതാണ് ചവന മഹർഷി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അതിസുന്ദരന്മാരായ അശ്വിനി ദേവകളോടൊപ്പം സൗന്ദര്യത്തിൽ മികച്ച് നിർത്താൻ കഴിയുന്ന ഒരു രസായനമായി ഇതിനെ വാഴ്ത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ചവനപ്രാശം എല്ലാവരും ഉപയോഗിക്കുന്നത് ദഹനം കൃത്യമായി നടക്കുന്ന എല്ലാ ആളുകൾക്കും 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കടക്കം ചവനപ്രാശം 90-100 വയസ്സുള്ള ആളുകൾക്കടക്കം ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും. ദഹനത്തിനനുസരിച്ച് ഇത് കഴിക്കണം എന്നാണ് പറയുക. ഇതിൻ്റെ വിധിയിൽ ശാസ്ത്രയോഗമൊക്കെ ഇതിൻ്റെ വിധി പറയുന്നത് തന്നെ ശ്വാസങ്ങൾ ശമിക്കും എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആസ്മ പോലുള്ള അതുപോലെ തന്നെ ചുമ ഇതൊക്കെ ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ ശ്വാസകോശം വികസിച്ച് അതിൻ്റെ കേടുപാടുകളൊക്കെ മാറി നമ്മൾ ശ്വസിക്കുന്ന അതിൽ വായുവിൽ നിന്നും ഓക്സിജനെ വേർതിരിച്ച് രക്തത്തിലേക്ക് എത്തിക്കാനുള്ള ശ്വാസകോശത്തിൻ്റെ ശേഷി അതീവ ജാഗ്രതയാവും. ഈ ലേഹ്യം ക്ഷീണിച്ചവർക്കും ക്ഷതമുള്ളവർക്ക് അടി ഇടി തട്ട് മുട്ട് വീഴ്ച ഇങ്ങനെയുള്ളവർക്കും ബാലന്മാർക്കും വൃദ്ധന്മാർക്കും വിശേഷമായിട്ടുള്ളതാകുന്നു എന്ന് ശാസ്ത്രയോഗം പറയുന്നു. സ്വരഭ്രംശം, ഹൃദ്രോഗം, രക്തവാതം, തണ്ണീർദാഹം, പ്രമേഹം, ശുക്ലദോഷം ഇവ ശമിക്കും. ഇത് ശമിക്കുക മാത്രമല്ല നമ്മുടെ നമ്മുടെ മേധാശക്തി വർദ്ധിക്കും, കാന്തിശക്തി വർദ്ധിക്കും, ഇന്ദ്രിയ ബലം ഉണ്ടാവും, ധാതുവൃദ്ധി ഉണ്ടാവും, അഗ്നിദീപ്തി ഉണ്ടാവും, ഓജസ് ഉണ്ടാവും, വാതാനുലോമത ഉണ്ടാകും. ഇവയൊക്കെ നമ്മുടെ ശരീരത്തിന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നവീകരിച്ചെടുത്ത് എപ്പോഴും യൗവനം നിലനിർത്തും. ജരാനരകൾ ഉണ്ടാവില്ല എന്ന് മലയാളം. അത് ഒരു 100 ഗ്രാം കഴിച്ച് 250 ഗ്രാം കഴിച്ചാൽ പോരാ. നമ്മളൊരു 1.5 മാസം ഒരു മണ്ഡലക്കാലം 41 ദിവസം രാവിലെ അഗ്നിബലത്തിനനുസരിച്ച് അളവ് നിശ്ചയിക്കണം എന്നാണ്. അഗ്നിബലത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹനത്തിനനുസരിച്ച് അളവ് നിശ്ചയിക്കണം. അങ്ങനെ നിശ്ചയിച്ച് രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ ഇത് വൃദ്ധനെയും യുവാവാക്കി തീർക്കും എന്നാണ് ഇതിൻ്റെ പ്രമാണം പറയുന്നത്. അത്രയും പ്രധാനപ്പെട്ട രസായനമാണ്. കൃത്യനിഷ്ഠയോടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായ കാര്യം.